SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മകനും NDA നേതാവുമായ തുഷാർ വെള്ളാപ്പള്ളിയുടെ മകളുടെ വിവാഹ സത്കാരത്തിന് നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി. വെള്ളാപ്പള്ളി കുടുംബത്തിന് വിവാഹ മംഗളാശംസകളേകുവാൻ പ്രധാനമന്ത്രി നേരിട്ടെത്തിയത് SNDPയും BJPയും തമ്മിൽ കൂടുതൽ അടുക്കുന്നതിന്റെ സൂചനയായാണ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ബോൾഗാട്ടി പാലസിൽ വച്ചായിരുന്നു വെള്ളാപ്പള്ളിയുടെ കൊച്ചുമകളുടെ വിവാഹം. മാസങ്ങൾക്കു ശേഷം ഡൽഹിയിൽ വച്ചു വിവാഹത്തിന്റെ റിസപ്ഷൻ നടത്തിയത് മോദിയുടെ സാന്നിധ്യം പ്രതീക്ഷിച്ചു തന്നെയായിരുന്നു. ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുത്തതിന് പിന്നാലെയാണ് വെള്ളാപ്പള്ളി കുടുംബത്തിന്റെ വിവാഹ സത്കാരത്തിനും പ്രധാനമന്ത്രി എത്തിയത്. വെള്ളാപ്പള്ളിയുമായി പ്രധാനമന്ത്രി വിശദമായ രാഷ്ട്രീയ ചർച്ച നടത്തിയെന്നാണ് അറിയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SNDPയുടെ പിന്തുണ BJPക്ക് ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു ചർച്ച. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയടക്കം വെള്ളാപ്പള്ളി BJPക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്തിരുന്നു. BDJS അധ്യക്ഷനും NDA കേരള ഘടകത്തിന്റെ കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളി 3 ആഴ്ച മുമ്പ് ഭാര്യയോടൊപ്പം പ്രധാനമന്ത്രിയുടെ വസതി സന്ദർശിച്ചിരുന്നു. വിവാഹ സൽക്കാരത്തിന് ക്ഷണിക്കുവാനെത്തിയ തുഷാർ അരമണിക്കൂറോളം പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. കേരളത്തിലെ NDAയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുമെന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയെ അറിയിച്ചു. 2023 ഓഗസ്റ്റിലായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെയും ആശാ തുഷാറിന്റെയും മകളായ ദേവികയും കൊല്ലത്തെ കണ്ണൻ സിൽക്സ് ഭരതൻ സുരേഷ് ബാബുവിന്റെയും KS ഗീതയുടെയും മകൻ ഡോക്ടർ അനീബും തമ്മിലെ വിവാഹം നടന്നത്. ഇതിന്റെ സൽക്കാരമാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് നടന്നത്. ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ കോട്ടയം സീറ്റിൽ NDAയെ പ്രതിനിധീകരിക്കുക തുഷാർ വെള്ളാപ്പള്ളിയായിരിക്കും എന്നാണ് മുന്നണിയിൽ തത്വത്തിൽ ധാരണയായിട്ടുള്ളത്. K സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയ്ക്ക് ശേഷം ഔദ്യോഗികമായ പ്രഖ്യാപനമുണ്ടായേക്കും. മണ്ഡലത്തിൽ പ്രബലമായ നായർ ഈഴവ വിഭാഗങ്ങളുടെ വോട്ടുകൾ അനുകൂലമാക്കുവാൻ തുഷാറിന് സാധിക്കുമെന്നാണ് NDAയുടെ പ്രതീക്ഷ.